ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലത്തെ ഹോളിഡേക്ക് ശേഷം നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. ഇന്ത്യൻ ഇമ്പോർട്ടിന്മേൽ ഇന്നലെ മുതൽ 25% അഡീഷണൽ താരിഫും കൂടി വന്നിരിക്കുകയാണ്. അമേരിക്ക ഇപ്പോൾ പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ രണ്ട് രാജ്യങ്ങളും ഒരുമിക്കുമെന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ഇന്ന് മോർണിംഗിൽ US ട്രഷറി സെക്രട്ടറി പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം ഇന്നലെ ട്രംപിൻ്റെ ട്രേഡ് അഡ്വൈസറി ഇന്ത്യനെ ബ്ലെയിം ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയാണ് US റഷ്യ വാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ട്രംപിൻ്റെ അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ US ട്രഷറി സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഹിൻഡ് ചെയ്യുന്നത് ഒരു ഡിസ്കഷനിൽ കൂടെ ഇത്തരത്തിലുള്ള അഡീഷണൽ താരിഫൊക്കെ വിഡ്രോ ചെയ്തേക്കാം എന്നുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇന്നലെയും മിനിഞ്ഞാന്നും അമേരിക്കൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയായിരുന്നു ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ അമേരിക്കയിൽ മുന്നേറിയിരുന്നത്. NVIDIAയുടെ Q2 റിസൾട്ട് ഇന്നലെ അനൗൺസ് ചെയ്തിരുന്നു. ഏർണിങ്സ് സ്ലൈറ്റ്ലി അബോവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതേസമയം വോള്യൂം നോക്കുകയാണെങ്കിൽ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. ഗൈഡൻസ് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഒപ്പം Q2 ഡാറ്റാ സെൻറ്റർ ബിസിനസ്സും സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഒപ്പം ചൈനയിൽ നിന്നുള്ള സെയിൽസ് ഡാറ്റയും മോശമാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആഫ്റ്റർ അവേഴ്സിൽ NVIDIA സ്റ്റോക്കിലുണ്ട്. അറൗണ്ട് 3-4% താഴെയാണ് NVIDIA സ്റ്റോക്ക് ആഫ്റ്റർ അവേഴ്സിൽ അമേരിക്കയിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ടെക്നോളജി സ്റ്റോക്കുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് അമേരിക്കയിൽ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്നലെ മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു യൂറോപ്യൻ മാർക്കറ്റുകൾക്ക്. ചൈനീസ് മാർക്കറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചൈനയിൽ CSI 300 ഇൻഡെക്സ് 3 ഇയർ ഹൈയിലും അതുപോലെ തന്നെ മറ്റ് ഇൻഡെക്സുകളിലെല്ലാം തന്നെ 10 ഇയർ ഹൈയിലൊക്കെയാണ് ട്രേഡ് ചെയ്തിരുന്നത്. പക്ഷേ ചൈനയിൽ വലിയ രീതിയിലുള്ള കൺട്രോൾസാണ് സ്റ്റോക്ക് പർച്ചേസിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. 2015 വർഷങ്ങളിലുണ്ടായിട്ടുള്ള ഒരു റാലി പോലുള്ള ഒരു ഫ്രൻസിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൈനീസ് മാർക്കറ്റിൽ കണ്ടിരുന്നത്. മാർജിൻ ഫണ്ടിങ് യൂസ് ചെയ്തിട്ടാണ് 12% പൊസിഷൻസും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതിനനുസരിച്ച് ചൈനീസ് ഗവൺമെൻറ് റെഗുലേറ്ററൊക്കെ വലിയ രീതിയിലുള്ള കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ട് ചൈനീസ് മാർക്കറ്റിൽ. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള സെൽ ഓഫ് ആണ് ഇന്നലെ ചൈനീസ് മാർക്കറ്റിൽ കണ്ടത്. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജപ്പാനും ചൈന, കൊറിയ മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഒഴികെ മറ്റെല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്കാണ്. ഗോൾഡ് ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $3,387 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. മിനിഞ്ഞാന്ന് നമ്മുടെ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് മിനിഞ്ഞാന്ന് 6,516.49 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിരുന്നു. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 7,060.37 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിരുന്നു. അപ്പോൾ ഓവറോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് എല്ലാം തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ അബ്സോർബ് ചെയ്യുകയാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ താരിഫ് നിലവിൽ വന്നിട്ടുണ്ട്. ഏത് നിമിഷവും അത് വിഡ്രോ ചെയ്താക്കാന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് വേഴ്സ്റ്റ് സീംസ് ഓവറാണ് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് സിറ്റുവേഷൻ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസും ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും താരിഫ് വലിയ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് സെക്ടേഴ്സിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഡിസ്കഷനിൽ കൂടെ ഇത്തരത്തിലുള്ള അഡീഷണൽ താരിഫൊക്കെ വിഡ്രോയും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഇമ്പോർട്ടിന്മേലുള്ള താരിഫ് വിഡ്രോയും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഇപ്പോൾ ആർക്കുള്ളത്, പ്രത്യേകിച്ച് US ട്രഷറി സെക്രട്ടറിയുടെ പുതിയ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസുള്ള സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നുള്ള കാര്യം നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് കാണാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം കൺസംഷൻ ഡ്രിവൺ സ്റ്റോക്കുകളെല്ലാം തന്നെ ലോവർ ലെവലിൽ നിന്ന് മുന്നേറാനുള്ള സാധ്യതകളാണ്. അടുത്ത ആഴ്ചയിൽ സെപ്റ്റംബർ 3-4 തീയതികളിലാണ് GST കൗൺസിൽ മീറ്റിംഗ്. ഒഫീഷ്യലി GST റേറ്റ് കുറയ്ക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനമൊക്കെ അന്ന് അനൗൺസ് ചെയ്യും. ഓൾറെഡി ഈ ന്യൂസുകളും ഡിസ്കൗണ്ടഡ് തന്നെയാണ്. എന്നിരുന്നാലും
ഓവറോൾ ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഒരു പക്ഷേ താരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസിൽ നിന്നും അതുപോലെ തന്നെ GST റിഡക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസിൽ നിന്നൊക്കെ വീണ്ടും മാർക്കറ്റിൽ വരാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും നമുക്ക് മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് RVNL ആയിട്ടൊരു JV ഫോം ചെയ്തിട്ടുണ്ട്. ലോങ് റണ്ണിൽ 2 കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. എറ്റേണലിൽ വലിയ രീതിയിലുള്ള ഡൊമസ്റ്റിക് ഫണ്ട് ബൈയിങ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഫർദർ ഈ സ്റ്റോക്ക് മുന്നേറാനുള്ള സാധ്യതകളാണ്. അതോടൊപ്പം തന്നെ ബയോക്കോണിൻ്റെ സബ്സിഡിയറിയാണ്. അവർക്ക് സിപ്റ്റാഗ്ലെപ്റ്റിൻ എന്ന് പറയുന്ന ഷുഗർ റിലേറ്റഡ് 25 mg 50 mg 100 mg ടേബ്ലറ്റ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. US FDAയിൽ നിന്ന് പോസിറ്റീവാണ്. AB ക്യാപിറ്റൽ ഓൺലൈൻ പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. RBIയിൽ നിന്ന് പോസിറ്റീവാണ്. രത്നമണി മെറ്റൽസ് സൗദി അറേബ്യയിൽ ഹോളി ഓൺ സബ്സിഡിയറി ഫോം ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള മറ്റ് സ്റ്റോക്കുകൾ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ, പിക്കാഡിലി അഗ്രോ, HG ഇൻഫ്ര ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. GR ഇൻഫ്ര ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന 2 IPOs ഉണ്ടായിരുന്നു. ക്ലാസിക് ഇലക്ട്രോഡ്സ് മിനിഞ്ഞാന്ന് ക്ലോസ് ചെയ്തിരുന്നു 179.97 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അതോടൊപ്പം തന്നെ മറ്റൊരു IPO അനോന്തിത ഹെൽത്ത് കെയർ 300.89 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള 2 SME IPOs നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നു. കറൻറ്റ് ഇൻഫ്രാ പ്രൊജക്റ്റ് നാളെയാണ് ക്ലോസിങ്. 10.6 ടൈംസ് ഓൾറെഡി ഓവർ സബ്സ്ക്രൈബഡ് ആണ്. മെയിൻ ബോർഡ് IPO ഉണ്ട് വിക്രാൻ എഞ്ചിനീയറിംഗ് 2.51 ടൈംസ് ഓവർ സബ്സ്ക്രൈബഡ് ആണ്. അതോടൊപ്പം തന്നെ മറ്റൊരു SME IPO നമ്മൾ സജസ്റ്റ് സത്വ കൺസ്ട്രക്ഷൻസ് 1.41 ടൈംസ് ഓവർ സബ്സ്ക്രൈബഡ് ആണ്. അപ്പോൾ SME മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ്. ഒപ്പം നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കുകളുണ്ട്. മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സായി ലൈഫ് സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ പിരമൽ ഫാർമയുണ്ട്, SML ഉണ്ട്, ടൈറ്റൻ ഉണ്ട്. ഈ സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ വലിയ രീതിയിൽ താഴെ വരികയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.